ഇനി അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ ഗട്ടേറ്റ് സോറിയാസിസാ. അത് പറഞ്ഞാൽ ഒരു റൗണ്ട് കുത്തു പോലെയാ വരുന്നത്. അതായത് നമ്മൾ ഈ ഒരു ചാറ്റൽ മഴയൊക്കെ നനഞ്ഞ എങ്ങനെ ഇരിക്കും ആ രീതിയിൽ കുത്തായിട്ട് വരും. അതിലും ഇതുപോലെ പൊടിയൊക്കെ വരും. ചിലപ്പോൾ നമ്മൾ തലയിൽ വരുമ്പോൾ നമ്മൾ വിചാരിക്കും അത് താരനാണെന്ന് വിചാരിക്കും. പക്ഷെ നമുക്കത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാൻ പറ്റും. അടുത്ത ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലെക്സർ സോറിയാസിസ് എന്ന് പറയും. അത് ഇൻവേഴ്സ് എന്ന് പറയും. നമ്മൾ നേരത്തെ എക്സ്റ്റൻസർ ആണല്ലോ പറഞ്ഞത്. ഫ്ലെക്സർ സോറിയാസിസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മടക്കുകളിൽ, അതായത് കൈമടക്കുകളിൽ, കഷത്തിൽ, സ്ത്രീകളുടെ ബ്രസ്റ്റിനടിയിൽ, തൊടയിടുക്കുകളിൽ, അങ്ങനെയുള്ള ഏരിയസിൽ, പിന്നെ ഈ കൊടവയറൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ. അപ്പൊ ഈ വരുന്ന സോറിയാസിസിൽ ഈ പറഞ്ഞ പോലെ വെള്ളപ്പൊടി കാണില്ല. അവിടെ ഈ ബ്രൗൺ പാച്ചസ് അല്ലെ റെഡ് പാച്ചസ് ആയിരിക്കും കൂടുതലായിട്ട് കാണുക. അതും ഇതിന്റെ ഒരു വെറൈറ്റിയാണ്. കൂടാതെ നമുക്ക് ഈ നെയിൽ സോറിയാസിസ് എന്ന് പറയും. അതായത് നഖത്തിൽ മാത്രം വരും. അതിൽ കുത്തു പോലെ വന്നിട്ട് നഖത്തിന്റെ അടിയിൽ സ്കിൻ കട്ടിയായിട്ട് പിന്നെ നഖം അങ്ങ് മഞ്ഞ നിറത്തിൽ അങ്ങ് പൊഴിഞ്ഞു പോകും. ആ രീതിയിൽ വരുന്ന സോറിയാസിസ് ഉണ്ട്. പിന്നെ പസ്റ്റുലാർ സോറിയാസിസ് എന്ന് പറയും. അതായത് പസ് നിറഞ്ഞിട്ട് ഇങ്ങനെ ഒരുമാതിരി പസ്റ്റ്യൂൾസ് പോലെ വന്നിട്ട് അത് കൈവെള്ളയിലും കാൽവെള്ളയിലും ചിലപ്പോൾ ഈ ഇങ്ങനെ വിണ്ട് കീറുന്ന രീതിയിലൊക്കെ വരുന്ന ആ രീതിയിലുള്ള സോറിയാസിസ് ഉണ്ട്. പക്ഷെ ഇത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് പകരുമെന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സോറിയാസിസ് ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസേ അല്ല, അത് പകരുകയേ ഇല്ല. അപ്പൊ അങ്ങനെ ഒരു കാണുന്നവർക്ക് അങ്ങനെ തോന്നും, പസ്സൊക്കെ കാണുമ്പോൾ അത് പകരുമോ എന്ന് തോന്നും. പക്ഷെ അങ്ങനെ പകരില്ല. അടുത്തത് എരിത്രോഡെർമിക് സോറിയാസിസ്. അത് കുറച്ച് സീരിയസ് ആണ്. അതായത് ദേഹത്ത് മൊത്തം ഫുള്ളായിട്ട് വന്നിട്ട് തൊലിയെല്ലാം മൊത്തം പൊളിഞ്ഞു പോകുന്ന ഒരു രീതി. അത് കുറച്ച് ഡേഞ്ചറാണ്. നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം.